ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. അതിന് പ്രിലിംസും മെയിൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെക്ഷൻ വൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം പ്രിലിംസിന് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും നമുക്ക് നോക്കാം. അതായത് ജനറൽ നോളജിൻ്റെ സബ് പാർട്ടുകളായിട്ട് വരുന്നത് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, മലയാളം, കന്നഡ, തമിഴ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിന് 10 മാർക്കാണ്. അതുപോലെ ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്കും, അതുപോലെ മാത്സും മെൻ്റൽ എബിലിറ്റിയും റീസണിങ്ങും അതിന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്കിൻ്റെ ഇത്, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ജിയോഗ്രഫി 5 മാർക്ക്, ഹിസ്റ്ററി 10 മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്സ് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് നോക്കുക. കാരണം പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസിൻ്റെ മാർക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് നിങ്ങളുടെ മെയിൻസിൻ്റെ മാർക്കാണ് എല്ലാവരും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ PSC നോക്കുന്നത് മെയിൻസിൻ്റെ മാർക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മെയിൻസിൽ വളരെ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനും നോക്കുക. അതേ കൂടാതെ എന്ത് ചെയ്യുക, മെയിൻസിന് ഇപ്പം തന്നെ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ അടുത്ത സെഷൻ നോക്കാം. ഇതാണ് മെയിൻസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും പറയുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ജനറൽ നോളജിൻ്റെ സബ് പാർട്ടായിട്ട് വരുന്നത് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, കറണ്ട് അഫെയർസ്, സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, മലയാളം, കന്നഡ, തമിഴ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നോക്കിയേ, നിങ്ങൾക്ക് മലയാളത്തിന് 10 മാർക്ക്, അതുപോലെ ജനറൽ ഇംഗ്ലീഷിനും 10 മാർക്ക്. പ്രിലിംസിനോ ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രിലിംസിന്. മെയിൻസിന് വരുമ്പോൾ എങ്ങനെയാണ്, 10 മാർക്കായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാത്സിന് 10 മാർക്ക്. ഇവിടെയോ നിങ്ങൾക്ക് 20 മാർക്ക് മാത്സും TRും മെൻ്റൽ എബിലിറ്റിയും കൂടി 20 മാർക്കാണ്. ഇവിടെ വരുമ്പോൾ എന്തായി, മാത്സ് വീണ്ടും കുറഞ്ഞ് 10 മാർക്കായി. പക്ഷേ കറണ്ട് അഫെയർസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 15 മാർക്കിൻ്റെ കറണ്ട് അഫെയർസ് ആണ്. അതുപോലെ എന്താണ് 15 മാർക്ക് കറണ്ട് അഫെയർസിന്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കെമിസ്ട്രിക്ക് 3 മാർക്ക്, ഫിസിക്സിന് 3 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് 6 മാർക്ക്, അതുപോലെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷന് 10 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ജിയോഗ്രഫി 5 മാർക്ക്, ഹിസ്റ്ററി 5 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ നോളജിൽ വരുന്ന സബ് പാർട്സ് ഏതൊക്കെയാണ്, ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ, അതുപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, ഇത്രയുമാണ് GKയിൽ വരുന്ന സബ് പാർട്സ്. അതുകൂടാതെ 15 മാർക്കിൻ്റെ കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ മാത്സിനും റീസണിങ്ങിനും കൂടി ടോട്ടലായിട്ട് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിനും 10 മാർക്ക്, മലയാളത്തിനും 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ ടോപ്പിക്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹിസ്റ്ററി എന്താണ്, ഹിസ്റ്ററിക്ക് 5 മാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ ഏതൊക്കെ നോക്കണം നമ്മൾ, ഇന്ത്യൻ ഹിസ്റ്ററി നോക്കണം, കേരള ഹിസ്റ്ററി നോക്കണം, അതുപോലെ വേൾഡ് ഹിസ്റ്ററിയും നമ്മൾ നോക്കണം. ഇതിലേതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയാൽ, കേരളത്തിൻ്റെത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എന്താണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, എവിടെ തൊട്ട്, ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, അതുവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെയോ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി,
അതുപോലെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പിന്നെയോ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയാണ് കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ SBCIDയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ സിലബസിൽ കേരള ഹിസ്റ്ററിയിൽ ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ നോക്കിയാലോ. പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, literature and arts during the freedom struggle, independence movement, Mahatma Gandhi, India's independent post-independent period, അതുപോലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി. ഇത്രയാണ് എന്തിൽ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത്. ഇനി വേൾഡ് ആകുമ്പോഴോ, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, Chinese Revolution, political history after Second World War, UNO and other international organization. ഇത്രയുമാണ് വേൾഡിൽ വരുന്നത്. ഇത് മൊത്തത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടാണ് 5 മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ നോക്കണം, കേരള, അതുപോലെ ഇന്ത്യ, വേൾഡ്, മൂന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം ഇവിടെ ഓരോരോ മാർക്കും എന്താണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മാർക്കാണ്. കാരണം മെയിൻസിൻ്റെ മാർക്കിനെ വെച്ചിട്ടാണ് നമ്മുടെ സ്കോറ് അനലൈസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ PSCയിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾ കേടുന്നോ അത്രയും നിങ്ങളുടെ റാങ്കും മുകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് നോക്കുക. ഇനി അടുത്ത നോക്കാം, ജിയോഗ്രഫിയിൽ നിങ്ങൾ എങ്ങനെ നോക്കണം, ഇന്ത്യൻ ജിയോഗ്രഫി നോക്കണം, അതുപോലെ എന്ത് ചെയ്യണം, കേരള നോക്കണം, അതുപോലെ ജിയോഗ്രഫീൻ്റെ ബേസിക്സും നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇപ്പം ജിയോഗ്രഫിയിലും 5 മാർക്കാണ് ഉള്ളത്. ഇനി അടുത്ത നോക്കിയേ, അടുത്തത് എക്കണോമിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, 5 ഇയർ പ്ലാൻസ്. അത് നന്നായിട്ട് പഠിക്കണം. കാരണം 5 മാർക്ക് എക്കണോമിക്സിലാണുള്ളത്. അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, 5 ഇയർ പ്ലാൻസ് പഠിക്കണം, അതുപോലെ എന്താ നീതി ആയോഗ് പഠിക്കണം, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ് അത് പഠിക്കണം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കണം, അഗ്രികൾച്ചർ, അതുപോലെ മേജർ ക്രോപ്സ് പഠിക്കണം, ഗ്രീൻ റെവല്യൂഷൻസ്, മിനറൽസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, അതുപോലെ GST ഇൻ ഇന്ത്യ. ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് എക്കണോമിക്സ് നിങ്ങൾ നോക്കണം. കാരണം എക്കണോമിക്സിൽ നിന്നും 5 മാർക്ക് എക്കണോമിക്സിലാണ്. ഇനി അടുത്തത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഇവിടെ ശരിക്കും അത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി പഠിച്ചിട്ടുണ്ട്, പ്രീആംബ്ലിൻ സിറ്റിസൺഷിപ്പ് പഠിച്ചിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, റിട്സ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്തൊക്കെയുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം. കാരണം അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നുണ്ടാവുക. ഇനി അടുത്തത് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, 10 മാർക്ക്. കാരണം ഇതിൽ എന്തായത്, നേരത്തെ 5 മാർക്കായിരുന്നുണ്ടായത്, ഇതിപ്പോൾ എത്രയിലേക്ക് മാറി, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് തന്നെയാണുള്ളത്. അതായത് നോക്കിയേ, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻ, അതുപോലെ ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, പ്ലാനിംഗ് ബോർഡ്, കമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ, നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ലാൻഡ് റിഫോംസ്, social welfare and security, protection of women, children and senior citizens, pollution, literacy, e-governance, delegated legislation and its control, legislative and judicial controls, constitutional law remedies against administrative. ഇങ്ങനെ എന്ത് വരുന്നുണ്ട്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഇത്രയും പാർട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, അതിനെത്രയാണ്, 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നത്. അതിലെന്തൊക്കെയാണ്, ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, അതുപോലെയോ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദ ഡെഫിഷ്യൻസി ഡിസീസസ്, പിന്നെയോ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോസറ്റീവ് ഓർഗാനിസംസ്, പിന്നെയോ പ്രിവെന്റീവ് ആൻഡ് റിമെഡിക്കൽ മെഷേഴ്സ്, അതുപോലെ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ്. അങ്ങനെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എത്ര മാർക്കിന്റെ ചോദ്യമാണുള്ളത്, 6 മാർക്കിന്റെ ചോദ്യങ്ങൾ. അടുത്തത് എന്താണ്, ഫിസിക്സിൽ എത്രയാണ്, 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഫിസിക്സിലാണ്. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതുപോലെ പിന്നീടോ മോഷൻസ്, അതിൽ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ, മൊമെന്റം, പ്രൊജക്ടൈൽ മോഷൻ, യൂസസ് ഓഫ് തേർഡ് ലോ,
അച്ചീവ്മെൻറ്റ്സ് ഇൻ സ്പേസ് മിഷൻസ് ഇൻ ഇന്ത്യ ISRO ഇത്രയും ഉൾപ്പെടുത്തിയിട്ടാണ് ഫിസിക്സിൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത്. അതുകൂടാതെ ലൈറ്റ്, ലെൻസ്, മിറേഴ്സ് അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ്, അതായത് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ R = 2F, അതുപോലെ ഡിഫറെൻറ്റ് ഫിനോമിന ഓഫ് ലൈറ്റ്, റെയിൻബോ, കളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, X റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അത്രയും ഫിസിക്സ് എന്ന് പറയുന്നത് വലിയൊരു യൂണിറ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ മാർക്ക് കൊടുത്തിരിക്കുന്നത് 3 മാർക്ക്. അതുപോലെ സൗണ്ട്സ്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, വർക്ക് ഇതൊക്കെ ഫിസിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കെമിസ്ട്രിയും 3 മാർക്കിൻ്റെ. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോസ്, അക്വാറീജിയ, അതുപോലെ അടുത്തത് എന്താണ്? എലമെന്റ്സ്, പിന്നീട് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ്. ഇത്രയുമാണ് കെമിസ്ട്രിയിൽ വരുന്നത്. അതിൽ നോക്കിയ മെറ്റൽസ്, നോൺ മെറ്റൽസ്, അലോയ്സ്, ആസിഡ്സ്, ബേസ്, pH വാല്യൂ, ആൽക്കലോയിഡ്സ്, അങ്ങനെ എന്ത് ചെയ്യുന്നു? കെമിസ്ട്രിയും എന്താണ്? 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് എന്താണ്? ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. അതിൽ നിന്നോ 5 മാർക്ക്. അതെങ്ങനെയാണ്? ആർട്സിലും സ്പോർട്സിലും ലിറ്ററേച്ചറും കൾച്ചറും കൂടിയാണ് 5 മാർക്ക്. അതിൽ ആർട്സിലോ ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോം ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഒറിജിൻ, ഡെവലപ്മെൻറ്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ്. അടുത്തത് എന്താണ്? സ്പോർട്സ്, ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള, അതുപോലെ ഇന്ത്യ ആൻഡ് വേൾഡ്, ദ സ്പോർട്സ് ഇവൻറ്റ്സ്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ്. അത്രയുമാണ് സ്പോർട്സിൽ വരുന്നത്. കൂടാതെ സ്പോർട്സിൽ വരുന്ന അടുത്തത് എന്താണ്? ഇമ്പോർട്ടൻ്റ് അവാർഡ്സ്, കറസ്പോണ്ടിങ് ഫീൽഡ്സ്, വിന്നേഴ്സ്, അതുപോലെ ഫേമസ് ട്രോഫീസ്, റിലേറ്റഡ് ഇവൻറ്റ്സ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ഐറ്റം, ഇമ്പോർട്ടൻറ്റ് ടേംസ് അസോസിയേറ്റ് വിത്ത് വാരിയസ് സ്പോർട്സ് ആൻഡ് ഗെയിംസ്, അതുപോലെ ഒളിമ്പിക്സ്, പിന്നെയോ ഏഷ്യൻ ഗെയിംസ്, അതുപോലെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, അതിൻ്റെ വെന്യൂസ്, കൺട്രീസ്, പെർഫോമൻസ് ഓഫ് ഇന്ത്യ, അതർ ഫാക്ട്സ്. ഇതൊക്കെയാണ് ഗെയിംസിൽ വരുന്നത്. പിന്നെയോ നാഷണൽ ഗെയിംസ് ഉണ്ട്, അതുപോലെ ഗെയിംസിൻ്റെ ഇവൻറ്റ്സ്, പ്ലെയേഴ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, പിന്നെയോ നാഷണൽ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ്, ഇവൻറ്റ്സ് ഓഫ് വേരിയസ് കൺട്രീസ്. ഇത്രയുമാണ് നമ്മൾ എന്തിൽ നോക്കേണ്ടത്? സ്പോർട്സ് എന്ന സെഷനിൽ നോക്കേണ്ടത്. ഇനി ലിറ്ററേച്ചർ ആണെങ്കിലോ മലയാളം, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ്, ഐക്കൺസ് ആൻഡ് ദ ഫസ്റ്റ് വർക്ക്സ്, പിന്നെയോ മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെൻറ്റ് ആൻഡ് ദ ഓതേഴ്സ്, അതുപോലെ എന്താണ്? റൈറ്റേഴ്സ്, പെൻ നെയിം ആൻഡ് നിക് നെയിം, ഫേമസ് ഓഫ് വർക്ക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്, ഫേമസ് ഓഫ് കോട്ട്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള, ഫേമസ് അവാർഡ്സ്, മലയാളം റൈറ്റേഴ്സ് ഹൂ വൺ ദ ജ്ഞാനപീഠ് അവാർഡ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, മലയാളം സിനിമ, ഒറിജിൻ, ഡെവലപ്മെൻറ്റ്, മൈൽ സ്റ്റോൺസ്, പയോനീഴ്സ്, നാഷണൽ അവാർഡ്സ്. ഇനി കൾച്ചർ ആണെങ്കിലോ കേരളത്തിൻ്റെ കൾച്ചർ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻ, പ്ലേസസ് അസോസിയേറ്റ് വിത്ത് സച്ച് സെലിബ്രേഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്, അതുപോലെ കേരളത്തിൻ്റെ കൾച്ചറൽ സെൻറ്റേഴ്സ്, വേർഷിപ്പ് പ്ലേസസ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻസ്. അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അത് എത്രയാണ്? 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്. അതിൽ എന്തൊക്കെയാണ്? ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഇൻ്റർനെറ്റ് ഉണ്ട്. ഇത്ര ഉൾപ്പെടുത്തി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്. അതുകൂടാണ്ട് എന്താണ്? സൈബർ റോങ്സ്, അതുപോലെ ടൈപ്സ് ഓഫ് സൈബർ റോങ്സ്, പിന്നെയോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇത്രയാണ് എന്തിൽ വരുന്നത്? നമ്മുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ 5 മാർക്ക്. അതിലെന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, തേർഡ് പാർട്ടി ഇൻഫർമേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അതുകൂടാതെ റൈറ്റ് ടു പബ്ലിക് സർവീസസ്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് vulnerable sections, protection of safeguarding of women, protection and safeguarding of children, prevention of corruption and maladministration, public servant, the Administrative Tribunal Act 1985. ഇത്രയാണ് നമ്മുടെ ഏതിൽ വരുന്നത്? ഇമ്പോർട്ടൻറ്റ് ആക്ട്സിൽ വരുന്നത്. അടുത്തത് കറണ്ട് അഫയേഴ്സിൽ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്? 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിലാണുള്ളത്. ഇനി മാത്സ് ആണെങ്കിലോ മാത്സിൽ സിമ്പിൾ അരിത്തമാറ്റിക് ഉണ്ട്, അതുപോലെ
മെൻ്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ്. അങ്ങനെ സബായിട്ട് മാത്സിന് 5 മാർക്ക്, TR 5 മാർക്ക് എന്ന രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മാത്സിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പൊണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻസ്. ഇത്രയാണ് മാത്സിൽ വരുന്നത്. ഇനി മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിലോ 5 മാർക്ക്. അതിലെന്തൊക്കെ വരുന്നുണ്ട്? സീരീസ്, അതുപോലെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈയിങ് പൊസിഷൻസ്, അനലോഗി, ഓഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിംഗ് ആൻഡ് ഡിക്കോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. ഇത്രയാണ് മാത്സും TR-ഉം. മൊത്തം എത്രയാണ്? 10 മാർക്ക്. അതിൽ മാത്സിൽ 5 മാർക്ക്, TR-നും 5 മാർക്ക്. ഇനി ജനറൽ ഇംഗ്ലീഷോ? ജനറൽ ഇംഗ്ലീഷിലും 2 സെഷൻസ് ഉണ്ട്. ഗ്രാമർ പോർഷൻ ഉണ്ട്, വെക്കാബുലറി ഉണ്ട്. അതിൽ 5 മാർക്ക്. ഇംഗ്ലീഷ് ഗ്രാമർ ആണെങ്കിൽ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വേർബ്, ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി, tag questions, infinitive and gerunds, tenses in conditional sentences, preposition, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences. ഇത്രയാണ് ഇംഗ്ലീഷ് ഗ്രാമർ പോർഷനിൽ വരുന്നത്. ഇനി വൊക്കാബുലറി ആണെങ്കിലോ അതും 5 മാർക്സ്. സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, അതുപോലെ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, synonyms, antonyms, phrasal verbs, foreign words and phrases, one word substitutes, words often confused, spelling test, idioms and their meanings. In a regional language ആയ മലയാളത്തിലോ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇത്രയുമാണ് നമ്മുടെ എന്തിൽ വരുന്നത്? മലയാളത്തിൽ വരുന്നത്. സോ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഇംഗ്ലീഷിന് 10 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്, അതുപോലെ മാത്സ് ആൻഡ് TR 10 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്, പിന്നെ ലോസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ നോക്കി വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഡിഗ്രി തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് എത്ര നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു അത്രയും നിങ്ങളുടെ റാങ്ക് മുന്നിലേക്ക് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു QR കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും കൂടെയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഈ ഒരു SBCIDയുടെ അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലിയിൽ കയറാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. മീൻ ടു എഡ്യൂടെക് നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു.